ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല നാടൻ ചേമ്പ് പുഴുങ്ങിയതും കാന്താരിമുളക് ചമ്മന്തിയും കൂടി ആയല്ലോ. ഞാനിവിടെ 1 കിലോ ചേമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മീതെ നിറയെ മണ്ണൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് ഒരു 2-4 തവണ ഇത് നന്നായി പൈപ്പിൻ്റെ ചോട്ടിലേക്ക് പിടിച്ച് 2 കൈ വെച്ച് ഉരച്ച് നന്നായി ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം പുഴുങ്ങാനായിട്ടേ. ഞാനിത് കണ്ട എല്ലാ ചേമ്പും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് നിൽക്കുന്ന വിധത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചേമ്പ് പുഴുങ്ങാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നമുക്കൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു 2-4 വിസിലങ്ങ് അടുപ്പിക്കാം. ഇനി മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കാം കേട്ടോ. ഒരു 25 ചുവന്നുള്ളിയും ഒരു 15 ചീനമുളകും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. ചീനമുളക് മൂക്കാത്ത കാരണം കേട്ടോ ഒരു 15 എണ്ണമൊക്കെ എടുത്തിരിക്കും. നല്ല മൂത്തതാണെങ്കിൽ ഒരു 6 എണ്ണം എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ചമ്മന്തി അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നുകൊണ്ട് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചേമ്പുണ്ടല്ലോ നന്നായി വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതങ്ങോട്ട് മാറ്റി വെക്കാം നമ്മുടെ ചമ്മന്തി. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്ന് നമ്മുടെ ചേമ്പ് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഒരു തവി വെച്ച് നമുക്കിതൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെന്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഉടഞ്ഞ പോലെ ആവും. കണ്ടോ, ആ വര താന്നു പോയതും. എൻ്റെ ചേമ്പ് ഇവിടെ നന്നായി വെന്തു. ഞാനൊരു വാരി വെക്കണ കൊട്ടയിലേക്ക് അത് മാറ്റി കൊടുത്തിരിക്കുകയാണ് കേട്ടോ, ഈ ചേമ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാൻ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ചേമ്പ് പുഴുങ്ങിയത് വെച്ച് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് നീക്കി കൊടുത്ത് നമുക്കിത് ചമ്മന്തിയിൽ മുക്കി കഴിച്ച് നോക്കാം. വാവ്, അടിപൊളി! ചമ്മന്തി മുക്കിയിട്ട് കഴിച്ചാലുണ്ടല്ലോ എന്താ ടേസ്റ്റ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, സൂപ്പറാണ് ഇങ്ങനെ കഴിക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.